നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഞ്ചരക്കണ്ടിയിലെ കണ്ണൂർ ദന്തൽ കോളേജ് ഒന്നാം വർഷ വിദ്യാർത്ഥി RL നിതിൻ രാജിന്റെ ആത്മഹത്യാ പ്രേരണ കേസിൽ ഒന്നാം പ്രതിയായ ഡോക്ടർ MK റാമിന്റെ അറസ്റ്റ് കോടതി റദ്ദാക്കിയിരുന്നു. സുപ്രീം കോടതി മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് അറസ്റ്റ് എന്ന പ്രതിഭാഗം വാദം പരിഗണിച്ചാണ് നടപടി. പ്രതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് കിഷോർ കുമാർ കോടതിയിൽ ഹാജരായിരുന്നു. കോടതി ജാമ്യത്തിൽ വിട്ടയച്ചതിന് പിന്നാലെ ഡോക്ടർ റാമിനെ പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്തതായാണ് വിവരം. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ സംഭവവികാസങ്ങൾ അരങ്ങേറിയത്. കോടതി വളപ്പിൽ നിന്ന് ബലം പ്രയോഗിച്ചാണ് കസ്റ്റഡിയിലെടുത്തത്. ഭാര്യയെ പിന്നാലെ കരഞ്ഞു നിലവിളിച്ചിട്ടും ഐ വിൽ അറസ്റ്റ് എന്ന് പറഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തന്റെ കൈ തട്ടിമാറ്റിയാണ് ഡോക്ടർ റാമിനെ ഡിവൈഎസ്പി ബലപ്രയോഗത്തിലൂടെ കൊണ്ടുപോയതെന്ന് കൂടെയുണ്ടായിരുന്ന ഭാര്യ ദിൽന ആരോപിച്ചു. ഇരിക്കാൻ അനുവദിക്കാൻ പറഞ്ഞിട്ടും കേട്ടില്ലെന്നാണ് ഭാര്യയുടെ പരാതി. സംഭവത്തെ തുടർന്ന് തലശ്ശേരി കോടതിയിൽ നാടകീയ രംഗങ്ങളാണ് കഴിഞ്ഞ ദിവസം രാത്രി അരങ്ങേറിയത്. ഡോക്ടറെ അറസ്റ്റ് ചെയ്തത് ചൂണ്ടിക്കാട്ടി അഭിഭാഷകർ വീണ്ടും ജഡ്ജിന്റെ ചേംബറിലെത്തി. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും സുപ്രീം കോടതി മാനദണ്ഡം പാലിച്ചില്ലെന്നും ചൂണ്ടിക്കാണിച്ചായിരുന്നു നേരത്തെ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഡോക്ടർ MK റാമിന് ജാമ്യം നൽകിയത്. ഗ്രൗണ്ട് ഓഫ് അറസ്റ്റിന് വ്യക്തതയില്ല എന്ന പ്രതിഭാഗം വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. ഞായറാഴ്ച കർണാടകയിലെ കുടകിൽ നിന്നായിരുന്നു മുഖ്യപ്രതി റാമിനെ പോലീസ് പിടികൂടിയത്. അവിടെ ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ഥലത്ത് നിന്നായിരുന്നു പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കണ്ണൂരിൽ എത്തിച്ച ശേഷം റാമിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയായിരുന്നു. ഒളിവിൽ ജീവിതത്തിലെ പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. 3 പേരുടെ സഹായം ഇയാൾക്ക് ലഭിച്ചിരുന്നു. പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി, ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിയിരുന്നു. ഇതിന് പിന്നാലെ റാമിനായി പോലീസ് വ്യാപക പരിശോധന നടത്തി വരികയായിരുന്നു. ഇതിനിടെയായിരുന്നു പ്രതിയെ പിടികൂടിയത്. എന്നാൽ വിദ്യാർത്ഥി ജീവനൊടുക്കിയ താൻ കാരണമല്ലെന്ന് ആത്മഹത്യാ പ്രേരണ കേസിലെ ഒന്നാം പ്രതിയും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ MK റാമിന്റെ മൊഴിയുണ്ട്. താൻ വിദ്യാർത്ഥിക്കെതിരെ ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ലെന്ന് അറസ്റ്റിലായ ഡോക്ടർ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിന് മൊഴി നൽകി. ദിൻരാജിനെ മാനസികമായി പീഡിപ്പിക്കുന്ന യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് HOD നിലയിൽ തന്റെ ചുമതലയാണ് അച്ചടക്കവും വിദ്യാർത്ഥികളുടെ മാർക്കും പരിശോധന. മാർക്ക് കുറഞ്ഞ കുട്ടികളെ ക്ലാസ്സിൽ നിന്നും പരസ്യമായി ശാസിച്ചിട്ടുണ്ട്. ഇത് ആ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്തതാണ്. തനിക്കെതിരെ വിദ്യാർത്ഥികളുടെ മൊഴികൾക്ക് പിന്നിൽ അച്ചടക്ക കർശനമാക്കിയതിലെ എതിർപ്പ് കാരണമാകുമെന്നും പ്രതി മൊഴി നൽകി. കുടകിൽ നിന്നാണ് ഞായറാഴ്ച രാവിലെ ഡോക്ടർ MK റാമിനെ ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്തിരുന്നു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷമാണ് ഡോക്ടർ MK റാമിനെ തലശ്ശേരി കോടതിയിൽ ഹാജരാക്കിയത്. ഭാര്യയുടെ പ്രതികരണം കേൾക്കാം.